Hi, hello my dear viewers. In this video, we are going to discuss about types of contracts. നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ഏതെങ്കിലും കോൺട്രാക്ട്സിൽ ഏർപ്പെട്ടിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മുടെ വീട് പണിയാനായിട്ട് ഏതെങ്കിലും കൺസ്ട്രക്ഷൻ ഫേമുമായിട്ട് നമ്മൾ എന്താണ് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. അപ്പം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കോൺട്രാക്ട്സ് എന്ന വേർഡ് കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കോൺട്രാക്ട്സിൽ ഏർപ്പെട്ടിട്ടുണ്ട്. സെക്ഷൻ 2 സബ്സെക്ഷൻ H ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഡിഫൈൻസ് എ കോൺട്രാക്ട് ആസ് an agreement enforceable by law. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള എഗ്രിമെന്റിനാണ് എന്തെന്ന് പറയുന്നത് കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. ബട്ട് ദ കണ്ടീഷൻ ഇസ് ദാറ്റ് ഇറ്റ് ഷുഡ് ബി എൻഫോഴ്സിബിൾ ബൈ ലോ. സോ എ കോൺട്രാക്ട് ഈസ് എ എഗ്രിമെന്റ് മെയ്ഡ് ബിറ്റ്വീൻ 2 or more parties which the law will enforce. അപ്പോൾ കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ അവിടെ എഗ്രിമെന്റ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ലോ ഉണ്ട്, ലീഗൽ ഒബ്ലിഗേഷൻ ഉണ്ട്. സോ കോൺട്രാക്ട് ഈസ് an agreement പ്ലസ് എൻഫോഴ്സ്മെന്റ് ബൈ ലോ. ലീഗൽ ഒബ്ലിഗേഷൻ ഉള്ള എഗ്രിമെന്റ്സിനെ മാത്രമേ നമുക്ക് എന്തെന്ന് പറയാൻ സാധിക്കത്തുള്ളൂ, കോൺട്രാക്ട്സ് എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. സോ വാട്ട് ഈസ് എഗ്രിമെന്റ്? എഗ്രിമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ലീഗൽ ഒബ്ലിഗേഷൻസ് ഒന്നും വരുന്നില്ല. ഒരു ഓഫറും അതിനൊരു അക്സെപ്റ്റൻസും ഉണ്ടെങ്കിൽ അവിടെ വരുന്നതാണ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരാൾ ഒരു ഓഫർ വെക്കുകയാണ്, മറ്റേ ആൾ അത് അക്സെപ്റ്റ് ചെയ്യാണ്. സോ അതാണെന്ന് പറയുന്നത് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എ ആൻഡ് ബി, എ പറയാണ് എൻ്റെ മൊബൈൽ ഫോൺ നിനക്ക് ഞാൻ തരാം, നീ എനിക്ക് ഇത്ര രൂപ തന്നാൽ മതി എന്ന് പറയണം. അപ്പോൾ ബി അത് അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ ഫൈൻ. അപ്പോൾ ഒരു ഓഫർ എ കൊടുത്തു ആൻഡ് ബി എന്ത് ചെയ്തു, അത് അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഇവിടെ ലീഗൽ ഒബ്ലിഗേഷൻസ് ഒന്നും വരുന്നില്ല. സോ വി ക്യാൻ സേ ദാറ്റ് ഓൾ കോൺട്രാക്ട്സ് ആർ എഗ്രിമെന്റ് ബട്ട് ഓൾ എഗ്രിമെന്റ്സ് ആർ നോട്ട് എ കോൺട്രാക്ട്. നൗ ലെറ്റ്സ് മൂവ് ടു എ ടോപ്പിക്, ടൈപ്സ് ഓഫ് കോൺട്രാക്ട്. ടൈപ്സ് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ കോൺട്രാക്ടിനെ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓൺ ദി ബേസിസ് ഓഫ് വാലിഡിറ്റി, പെർഫോമൻസ് ആൻഡ് ഫോർമേഷൻ. ഫസ്റ്റ് വൺ, ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദെയർ വാലിഡിറ്റി. ഇതിനുള്ളിൽ 6 ടൈപ്സ് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ, വാലിഡ് കോൺട്രാക്ട്. സെക്ഷൻ 10 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ പറയുന്ന പ്രകാരം ഒരു കോൺട്രാക്ട് ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വാലിഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. സോ എന്താണ് സെക്ഷൻ 10 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട്സ് ആക്ടിനുള്ളിൽ പറയുന്നത് നോക്കാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 10, all contracts are agreement if they are made by free consent of parties committed to contract for a lawful consideration and with a lawful object and are not hereby expressly declared as void. സോ സെക്ഷൻ 10-നുള്ളിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ എഗ്രിമെന്റും കോൺട്രാക്ട്സ് ആണ്. അതിനുള്ളിൽ വരുന്ന പാർട്ടീസ് ഫ്രീ കൺസെന്റിലാണ് ആ എഗ്രിമെന്റിൽ ഏർപ്പെടുന്നത്. അതുപോലെ തന്നെ അവിടെ ലീഗൽ ഒബ്ലിഗേഷൻ ഉണ്ടാവണം. ഒരു ലോഫുൾ കൺസിഡറേഷന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം ആ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ സബ്സെക്ഷൻ 10-നുള്ളിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് കോൺട്രാക്ട് ആണ് വാലിഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, വോയിഡ് എഗ്രിമെന്റ്. വോയിഡ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ലോ ഒന്നും ഉണ്ടാവത്തില്ല എന്നുള്ളൊരു കണ്ടീഷനാണ്. വോയിഡ് എഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എൻ എഗ്രിമെന്റ് വിച്ച് ഈസ് നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ. സോ എ വോയിഡ് എഗ്രിമെന്റ് ഡസ് നോട്ട് ക്രിയേറ്റ് എനി ലീഗൽ ഒബ്ലിഗേഷൻ ഓർ എനി ലീഗൽ റൈറ്റ്സ്. നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു എഗ്രിമെന്റ് എന്താണ് എന്നുള്ളത്, അല്ലേ? ലീഗൽ ഒബ്ലിഗേഷൻ ഒന്നും ഇല്ലാത്ത രണ്ട് പാർട്ടീസ് തമ്മിലുള്ള ഒരു ഓഫർ അക്സെപ്റ്റൻസ് ആണ് നമ്മൾ എഗ്രിമെന്റ് എന്ന് നേരത്തെ പറഞ്ഞു. സോ വോയിഡ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് എഗ്രിമെന്റിന്റെ ആ ഒരു മീനിങ് തന്നെയാണ് വരുന്നത്. ഇറ്റ് ഈസ് നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ. ഇവിടെ നമുക്ക് എക്സാമ്പിൾ പറയാം, രണ്ട് മൈനർ പാർട്ടീസ് തമ്മിൽ ഒരു എഗ്രിമെന്റ് വെക്കുകയാണ്. ഇറ്റ് ഈസ് നോട്ട് എ ലീഗൽ വൺ. തേർഡ് വൺ, വോയിഡ് കോൺട്രാക്ട്. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ്, ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ഇറ്റ് ഈസ് നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ. സോ വോയിഡ് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനൊരു കോൺട്രാക്ടിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ കാണാനായിട്ട് സാധിക്കത്തില്ല. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞു വോയിഡ് എഗ്രിമെന്റ് ആൻഡ് ഇപ്പോൾ പറഞ്ഞു വോയിഡ് കോൺട്രാക്ട്, രണ്ടിലും ലീഗൽ എൻഫോഴ്സ്മെന്റ് ഒന്നും ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബോത്ത് ഓഫ് ദിസ് വോയിഡ് എഗ്രിമെന്റ് ആൻഡ് എ വോയിഡ് കോൺട്രാക്ട്? വോയിഡ് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ ഫോർമേഷൻ ടൈമിൽ അതെന്താണ്, വാലിഡ് ആണ്. ഡ്യൂറിംഗ് ദ ഫോർമേഷൻ ഓഫ് ദറ്റ് കോൺട്രാക്ട് ഇറ്റ് ഈസ് വാലിഡ്. അതിനുശേഷമാണ് അത് ഇൻവാലിഡ് ആയിട്ട് മാറുന്നത്. വോയിഡ് എഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ ഇതെന്താണ്, ഇൻവാലിഡ് ആണ്. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് വോയിഡബിൾ കോൺട്രാക്ട്. ആൻ എഗ്രിമെന്റ് വിച്ച് ഈസ് എൻഫോഴ്സിബിൾ ബൈ ലോ അറ്റ് ദ ഒപ്പീനിയൻ ഓഫ് വൺ ഓർ മോർ പേഴ്സൺ ബട്ട് നോട്ട് അറ്റ് ദ ഒപ്പീനിയൻ ഓഫ് അതർ ഓർ അതേഴ്സ്. ഇതിനുള്ളിൽ പറയുന്നത് വെച്ചാൽ ഇതും ഒരു എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ ആണ്. ലീഗൽ ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ ലീഗൽ റൈറ്റ്സ് ഉള്ള ഒരു എഗ്രിമെന്റ് തന്നെയാണ് ഇത്. പക്ഷേ ഇതിനുള്ളിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള പാർട്ടീസ് എന്ന് പറയുന്നത് എല്ലാവരും ഫ്രീ കൺസേണിലുള്ളവരല്ല. ആൻഡ് നെക്സ്റ്റ് വൺ, അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട്. An unenforced contract is one of which cannot be enforced in a court of law because of some technical defects. ചില കേസുകളിൽ കുറച്ച് സ്പെഷ്യൽ പ്രൊവിഷൻസിന്റെ ആവശ്യം വരുന്നുണ്ടാവും ഫോർ ഫുൾഫില്ലിംഗ് സം സ്പെഷ്യൽ ഫോർമാലിറ്റീസ്. ഫോർ എക്സാമ്പിൾ, ചില കോൺട്രാക്ട്സ് റിട്ടേൺ ഫോമിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ എന്നുണ്ടാവാം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യത്തില്ല, കോർട്ട് അതിനെ അംഗീകരിക്കണം എന്നില്ല. ഇത്തരത്തിലുള്ള കോൺട്രാക്ട് ആണ് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട് എന്ന് പറയുന്നത്. And the last one is illegal agreement, which is criminal in nature or we can say it is immoral or against public policy. സോ സൊസൈറ്റിയുടെ മോറൽ സെന്റിമെന്റ്സിനൊക്കെ ബാധിക്കുന്ന ടൈപ്പ് ഓഫ് കോൺട്രാക്ട്സ് ആണ് എന്ന് പറയുന്നത് ഇല്ലീഗൽ എഗ്രിമെന്റ്സ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് വാലിഡിറ്റി ബേസിസ് ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓൺ ബേസിസ് ഓഫ് പെർഫോമൻസ്. ഇതിനുള്ളിൽ 4 ടൈപ്പാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, യൂണിലാറ്ററൽ കോൺട്രാക്ട് ഓർ വൺ സൈഡഡ് കോൺട്രാക്ട്. സോ ഈ ഒരു ടൈപ്പിനുള്ളിൽ, അതായത് കോൺട്രാക്ട് ഫോം ചെയ്യുന്ന സമയത്ത് only one party has to fulfill his obligations. മറ്റ് പാർട്ടീസിന് കോൺട്രാക്ട് ഫോം ചെയ്തതിന് ശേഷം മാത്രമേ ഒബ്ലിഗേഷൻസ് വരുന്നുള്ളൂ. നെക്സ്റ്റ് വൺ ഈസ് ബൈലാറ്ററൽ കോൺട്രാക്ട് ഓർ ടു സൈഡഡ് കോൺട്രാക്ട്. ദിസ് ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദ ഫസ്റ്റ് വൺ. അതായത് ഒരു കോൺട്രാക്ട് ഫോം ചെയ്യുന്ന സമയത്ത് എല്ലാ പാർട്ടീസ്, അതായത് രണ്ട് പാർട്ടിക്ക് എന്താണ് അവരുടെ ഒബ്ലിഗേഷൻ ഫുൾഫിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്.
And the third one is executed contract. An executed contract is one which both the parties have performed their respective obligations. അതായത് രണ്ട് പാർട്ടീസും അവരുടെ ഒബ്ലിഗേഷൻസ് എല്ലാം ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞു. ആ പേര് തന്നെ ഉണ്ട് എക്സിക്യൂട്ടഡ് കോൺട്രാക്ട് എന്നാണ്, ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ കോൺട്രാക്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ അണ്ടർ ദിസ് ഹെഡ് ഈസ് എക്സിക്യൂട്ടറി കോൺട്രാക്ട്. ഈ ഒരു കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ ഈ കോൺട്രാക്റ്റിനുള്ളിൽ പറയുന്ന കുറേ കാര്യങ്ങൾ എന്ത് ചെയ്തു ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു ആൻഡ് കുറച്ച് കാര്യങ്ങൾ പെൻഡിങ്ങിൽ ഇട്ടേക്കാണ്, ഫ്യൂച്ചറിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പെൻഡിങ്ങിൽ ഇട്ടേക്കാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കോൺട്രാക്ട് ആണ് എക്സിക്യൂട്ടറി കോൺട്രാക്ട് എന്ന് പറയുന്നത്. ദെൻ ദ ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ഫോർമേഷൻ. ഇതിനുള്ളിൽ രണ്ടെണ്ണമാണ് എക്സ്പ്രസ് കോൺട്രാക്ട് ആൻഡ് ഇംപ്ലൈഡ് കോൺട്രാക്ട്. ഫസ്റ്റ് വൺ എക്സ്പ്രസ് കോൺട്രാക്ട് വിച്ച് ഈസ് മെയ്ഡ് ബൈ വേർഡ് സ്പോക്കൺ ഓർ റിട്ടൺ. ഒരു റിട്ടേൺ ഫോമിൽ അല്ലെങ്കിൽ നമ്മൾ പറയുകയാണ്, ഒരു സ്പോക്കൺ രീതിയിൽ നമ്മൾ പറയുന്ന ടൈപ്പ് ഓഫ് എഗ്രിമെന്റ് ആണ് എന്തെന്ന് പറയുന്നത് എക്സ്പ്രസ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ആൻഡ് ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ അവിടെ ഇതുപോലെ റിട്ടേൺ ഫോമോ അല്ലെങ്കിൽ വേർഡ് സ്പോക്കൺ അങ്ങനെ ഒന്നുമില്ല. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു കോഫി ഷോപ്പിൽ പോയി ഒരു കോഫി കുടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളൊരു കോഫി ഓർഡർ ചെയ്തു. ആ സമയത്ത് നമ്മൾ പറയില്ല നിങ്ങൾ നമുക്ക് കോഫി തന്നാൽ നമ്മൾ ഇത്ര രൂപ കോഫിക്ക് തന്നേക്കാം, അല്ലെങ്കിൽ നേരെ തിരിച്ച് അവർ പറയില്ല നമ്മൾ കോഫി പ്രൊവൈഡ് ചെയ്യാം ബട്ട് യു ഹാവ് ടു പേ ഫോർ ദാറ്റ്. അങ്ങനെയൊന്നും അവരും പറയത്തില്ല. ബട്ട് വി ഹാവ് ടു പേ ഫോർ ദാറ്റ്, റൈറ്റ്? നമ്മൾ ഒരു കോൺട്രാക്റ്റ് ഒന്നുമില്ല, പക്ഷെ നമ്മൾ എന്താണ് അതൊരു ലീഗലി നമ്മൾ എന്താണ് അങ്ങനെ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇത്തരത്തിലുള്ള കോൺട്രാക്റ്റ് ആണ് ഇംപ്ലൈഡ് കോൺട്രാക്ട്. ഓക്കെ, സോ ലെറ്റ്സ് കൺക്ലൂഡ്. നമ്മളിന്ന് പറഞ്ഞത് കോൺട്രാക്റ്റിനെ പറ്റിയിട്ടാണ്. സോ കോൺട്രാക്റ്റിന്റെ ഡിഫറെൻറ്റ് ടൈപ്സ് പറഞ്ഞു. 3 രീതിയിലാണ് കോൺട്രാക്ട്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്: വാലിഡിറ്റി, പെർഫോമൻസ് ആൻഡ് ഫോർമേഷൻ. സോ ഓൾ ദി എഗ്രിമെന്റ്സ് വിച്ച് ഈസ് എൻഫോഴ്സിബിൾ ബൈ ലോയിനെയാണ് നമ്മൾ കോൺട്രാക്ട് എന്ന് പറഞ്ഞത്. സോ ഫസ്റ്റ് വൺ വാലിഡിറ്റിന്റെ ബേസിസിൽ നമ്മൾ കുറേ ടൈപ്പ് ക്ലാസിഫൈ ചെയ്തു. ദാറ്റ് ഈസ് വാലിഡ് കോൺട്രാക്ട്, വോയിഡ് എഗ്രിമെന്റ്, വോയിഡ് കോൺട്രാക്ട്, voidable contract, unenforceable contract and illegal agreement. And performance in the basis നമ്മൾ ക്ലാസിഫൈ ചെയ്തു unilateral contract or one-sided contract, bilateral contract or two-sided contract, executed contract and executory contract. Then on the basis of formation നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു: express contract and implied contract. I hope you understood this video. So നിങ്ങൾക്ക് ഈ വീഡിയോ ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ please like, comment and share. Also make sure that you are a subscriber of my channel and press the bell icon to get notified. Thank you.